ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ്. അപ്പോൾ തിരുവാതിരയുടെ ദിവസം നമ്മൾ തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കും. തിരുവാതിര നോയമ്പ് എടുക്കേണ്ടതാണ്. തിരുവാതിര നോയമ്പ് എടുക്കുന്നവരാണ് ഈ തിരുവാതിരപ്പുഴുക്ക് കൂടുതലും കഴിക്കുന്നത്. ഇതൊരു സമ്പൂർണ്ണ ആഹാരമാണ്. അപ്പം നമ്മൾ ചോറൊക്കെ അരിയാഹാരം ഒഴിവാക്കിയാണ് തിരുവാതിര നോയമ്പെടുക്കുന്നത്. അപ്പോഴും ശരീരത്തിന് ആവശ്യമായ ഊർജം കിട്ടുന്നതിന് തക്കതായിട്ടുള്ളതാണ് ഈ തിരുവാതിരപ്പുഴുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തിരുവാതിരപ്പുഴുക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ മണ്ണിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഒരു ചേമ്പുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ചേമ്പ് വിളവെടുക്കാൻ മറന്നുപോയി. ഇവിടെ ഒരു ചേമ്പിൻ്റെ ചൂടുണ്ട്, പിന്നെ അവിടെ ഒരു ചേമ്പിൻ്റെ ചൂടുണ്ട്. വെള്ളം ഒഴിക്കണോടാ കൂട്ടാ എന്നുവെച്ചാൽ വെള്ളം. അപ്പോൾ ഇത് പിടിച്ചിട്ട് ഇളക്കാത്ത കണ്ട് നമുക്കത് ഇച്ചിരി വെള്ളം അതിൻ്റെ ചുവട്ടിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം മണ്ണ് നനയുമ്പം ഇളക്കിയെടുക്കാൻ പറ്റുമോ നോക്കാം. ഒത്തിരി നാളായിട്ട് ഇതിന് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കാതിരുന്നാലേ ഉള്ളൂ ചേമ്പ് ശരിക്കും കിട്ടത്തുള്ളൂ. ഇതിനാണ്ട് കിളുത്തിട്ടില്ല ഒന്നും. പറിച്ചു കളയണോടാ മണ്ട, ഇച്ചിരി കുതിരാൻ അല്ലേ. ഒരു പാത്രം വെള്ളം കൂടെ ഒഴിക്കണോ? അങ്ങോട്ട് കൊടുത്താടാ. ഇതിനകത്ത് വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഇത് മഞ്ഞളാ. മഞ്ഞൾ ഇതേ മുകളിലോട്ട് പൊങ്ങി വന്നു. വലിച്ചു നോക്കി. അല്ലെങ്കിൽ പൊട്ടിക്കഴിയുമ്പോഴേ നമുക്ക് മാന്തി എടുക്കാം. എന്നാ മണ്ട മുറിച്ചിട്ട് മാന്തിയാലോ? എന്നാലും മതി. തൂമ്പ ചേമ്പുമ്മിത്ത കൊള്ളാതെ പതുക്കെ പതുക്കെ മണ്ണ് മാറ്റണേ. ഇന്നലെ നമ്മൾ കാച്ചിൽ പറിച്ചാലേ അതുപോലെ. ആണ്ട ചേമ്പാണല്ലോടാ. ഇത് ചേമ്പ. ഇത് മുഴുത്ത. ഇതിനകത്തെ അധികം നീളുമല്ല. അവിടെ ചെന്ന് ഭിത്തിയെ തട്ടും. ഇത് വിത്ത. ദേ കണ്ടോ, പറിച്ചെടുക്കുവാ നല്ലത്. അയ്യോ അനങ്ങത്തില്ല കേട്ടോ. നമ്മളെ ഇതിന്റെ മണ്ണ് മാറ്റിയിട്ട് വേണം. ഇനി അത് പൊട്ടും. അത് അനങ്ങുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അനക്ക. അതാ നല്ലത് ചേമ്പിന്. അവൻ മണ്ണ് മാന്തിയോണ്ട് എളുപ്പമുണ്ട്. പൊട്ടുന്നുണ്ട് കേട്ടോ. 4-5 വിത്ത് കിട്ടിയാൽ മതിയായിരുന്നു. പൊട്ടുന്നുണ്ട്. പെട്ടിക്ക് അതോട്ട് കേറിയിട്ടുണ്ട്. അതാണ്. അതെ പെട്ടി പൊട്ടുന്നുണ്ട് എന്തായാലും. പൊക്കിയെടുത്തേ. അതേ വല്ലതും ഉണ്ടോന്ന് നോക്കിയേ. അതിന്റെ അടി വല്ലതും ഇപ്പോൾ ദേ വരണം. ഉണ്ടോ? ഇതേ ഇല്ലൊന്നും പറ്റിയിട്ടില്ലല്ലോ. മറ്റേ പെട്ടിക്കകത്ത് വെച്ചോ. അതെ 1, 2, 3. അതെ ഇത് ഇവിടെ ഉണ്ട്. ഇത് എവിടെ നിന്ന് പൊക്കിക്കിടുക. നമുക്ക് ഇഷ്ടം പോലെ കിട്ടി കേട്ടോ. വേണേ ഒന്ന് പുഴുങ്ങി തിന്നാനുള്ളതുണ്ട്. സാരയില്ല. അതിൻ്റെ അപ്പുറത്ത് പറഞ്ഞ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. തീർന്നോ? കിടുക്കാച്ചിയ. ഇനി ഉണ്ടോടാ കൂട്ടാ? ഏതായാലും ഈ പെട്ടിക്കകത്തുനിന്നേ വിത്തുണ്ടോ? ചോട്ടീന്ന് പോകുന്നിടത്തായി. അപ്പൊ ഇത്ര എണ്ണം കിട്ടിയല്ലേ? മതി ഉള്ളതാട്ടെ. അപ്പൊ നമുക്ക് ഇതും കൊണ്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ചെറിയ തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കിയെടുക്കാവേ. ക്കുന്നതിന് നമ്മൾ 1/4 കിലോ വൻപയർ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും സാധനങ്ങൾ. ഇത് കുറച്ച് ചേമ്പിൻ്റെ വിത്താണേ. ഉണ്ടോ? വേണമെന്നറിയോ? 1, 2, 3 ഒരു ചെറിയ ഇതും കൂടെ കൂട്ടി 4 കഷ്ണം ചേമ്പിൻ്റെ വിത്തുണ്ട്. ഇതൊരു ചെറിയ ചേനയുടെ കഷ്ണമാണേ. ഇത് നമ്മൾ ഇന്നലെ പറിച്ച കാച്ചിലുണ്ടല്ലോ, 17 കിലോ ഉണ്ടായിരുന്നേ. അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ എടുത്തപ്പം ഇത്രയും കാച്ചിലായിട്ടുണ്ട്. പിന്നെ ഇതൊരു ചെറിയ കഷ്ണം കപ്പ. നമ്മൾ കപ്പ പറിക്കുന്നത് കണ്ടില്ലേ? അപ്പം കപ്പയും പിന്നെ ഇതൊരു 2 ഏത്തക്കയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം മുറിച്ച ഇതൊരു മുഴുവനേ ഉള്ള ഒരെണ്ണം 2 പീസ് കണ്ടോ. ഇതൊരു പീസും പിന്നെ ഇതൊരു പീസും. അപ്പം ഇത്രയും ഏത്തക്കയാണ് ചേർക്കുന്നത്. പിന്നെ ദേ കുറച്ച് കൂർക്ക. അത് നമ്മൾ ഒരുക്കുന്നതിന് നേരത്തെ തന്നെ വെള്ളത്തിലിട്ടു തോല് പൊളിയാനുള്ള സൗകര്യത്തിന്. ഈ കൂർക്കയും നമ്മൾ വിളവെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ വിളവെടുക്കുന്ന വീഡിയോ എനിക്ക് ഇന്നലെ ഇടാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് ഇത് അടുത്ത ദിവസം ഞാനിത് വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നതിൽ ഈ ഏത്തക്കായ മാത്രമാണ്. ഏത്തക്കായും പിന്നെ വൻപയറും. ഇതാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചത്. ബാക്കി എല്ലാ സാധനങ്ങളും തന്നെ നമ്മുടെ ഇവിടെ ടെറസിലും അതുപോലെ പറമ്പിലും ചാക്കിലും ഒക്കെ ആയിട്ട് കിട്ടിയിരിക്കുന്നതാണ്.
അപ്പോൾ ഇതിനി മുറിച്ച് വെച്ചിട്ട് കാണിക്കാവേ. അതുപോലെ ഞാൻ ഈ വൻപയർ മാത്രം കുറച്ച് കഴുകി കുറച്ച് വെള്ളത്തിനകത്തിട്ടൊന്ന് ഒറ്റ വിസിലടിപ്പിച്ച് വെക്കും. എന്നിട്ട് അതിനകത്തോട്ട് വേണം നമുക്ക് ഇത് ചേർക്കാൻ. പയർ നമ്മൾ വെള്ളത്തിൽ വെന്ത് ഒരു വിസിലടിപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഇടാനുള്ള കൂർക്ക കഴുകിയെടുത്തിട്ടുണ്ട്. അതുപോലെ ചേമ്പും ചേനയും കാച്ചിലും എല്ലാം കൂടെ കൂട്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇത്രയും മാത്രമല്ല, കണ്ടോ, ഇതുപോലെ ഇത്രയും മാത്രം ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്കിത് കുറച്ച് കായ്, ആ 2 കായ ഞാൻ കാണിച്ചില്ലേ, അതും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങൾ ഞാനിപ്പം ഈ പയർ വെന്തതിനകത്തോട്ട് ഇടുവാണേ. അപ്പം പയറിനകത്ത് പയറിനുള്ളത്ര ഉപ്പ് മാത്രമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഈ സാധനം ഇതെല്ലാം കൂടെ കൂട്ടി ഇപ്പം ഞാൻ കുക്കറിനകത്തോട്ട് ഇടും. എന്നിട്ടൊരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഈ സമയത്ത് ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അരയ്ക്കാം. ഈ കൂർക്ക കാണാവോ? അപ്പം ഈ കൂർക്ക എടുത്ത് ഇതിനകത്തോട്ട് ആദ്യം ഞാൻ ഇടുവാണേ. സാധനങ്ങളെല്ലാം ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. വെള്ളം ഇതിന് ഒത്തിരി കൂടരുത്, കാരണം കുറുകിയിരിക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചെയ്യുന്നത് ഈ കായാണേ. പച്ചക്ക നമ്മൾ ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ട് ഇടും. അപ്പം നമുക്കിവിടെ ഇല്ലാത്ത ഒരെണ്ണമാണ് ഈ പച്ചക്ക, മാത്രമാണ് നമ്മൾ വില കൊടുത്ത് മേടിച്ചത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുണ്ടോ, ഇത്രയും അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനം കുറച്ചും കൂടെ ഉണ്ട്, ഇതേ അതും കൂടെ ഇടണം. കണ്ടോ, ഈ പാത്രത്തിലും കൂടെ കുറച്ചുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഇതേ പാത്രം നിറഞ്ഞു. കുറച്ച് വെള്ളം ചേർക്കാവേ. നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇതിനകത്തോട്ട് ചേർക്കുന്നത് വളരെ കുറച്ച് വെള്ളം മതി. ഇതിനകത്തുനിന്ന് ഞാൻ ലെവൽ നോക്കിയിട്ടാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ പറയാം എന്തോരാന്ന്. ഇത് ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത്. എന്നിട്ട് നോക്കി ചേർക്കാം. ഇവിടം വരെ ഉണ്ട് വെള്ളം. ഇത്രയും വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം, ഇതിനൊരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവുകയാണേ. അപ്പം നമ്മളിത് ഇതിനകത്തോട്ട് മഞ്ഞളിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് മുളകിൻ്റെ പൊടി, കാശ്മീരി ചില്ലി അല്ല, നമ്മുടെ സാധാരണ മുളകാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ കിഴങ്ങുകളെല്ലാം തന്നെ നന്നായിട്ട് ഉപ്പ് വലിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും ചേർത്താൽ, ഉപ്പ് നിങ്ങൾ പാകത്തിന് ചേർത്തോ. ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം, ചിലർക്ക് ഉപ്പ് കുറവ് മതി. അപ്പോൾ ഉപ്പ് നമുക്ക് പാകത്തിന് ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയുണ്ട്, 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പും ചേർത്തു. ഇനി അടച്ചു വെച്ചിട്ട് ഒരു വിസില്. വേഗം വെച്ചിരുന്ന സാധനങ്ങൾ വെന്തോ നോക്കട്ടെ. അയ്യോ, നല്ല സൂപ്പറായിട്ട് ചേനയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. കായിട്ടത് എല്ലാം നല്ലതായിട്ട് വെന്തിരിക്കുവാണേ. അപ്പോൾ ഇതിനകത്തോട്ട് എന്നാ ചെയ്യുന്നറിയോ, ഇത് കുറച്ച് മഞ്ഞളും ജീരകവും തേങ്ങയും. ഈ തിരുവാതിരപ്പുഴുക്കിന് നമ്മൾ ഒരു തരത്തിലുള്ള ഉള്ളിയും ഉപയോഗിക്കത്തില്ല. ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ശരി, തിരുവാതിരപ്പുഴുക്കിനകത്ത് ഉപയോഗിക്കാറില്ല. അപ്പം ഞാനിതിങ്ങനെ ചതച്ച് വെച്ചിരിക്കുവാണ്. ഇത്രയും കൂടെ കുറച്ചും കൂടെ ഞാൻ തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ, കുറച്ച് ഞാനിതുപോലെ മിക്സിക്കകത്തിരിക്കുന്നതാണേ ബാക്കി. അപ്പം അതിനകത്ത് ഞാൻ മഞ്ഞൾ ഇട്ടിട്ടില്ല, നമ്മൾ ഇതിനകത്ത് മഞ്ഞൾ ചേർത്തിരിക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ഈ പാത്രം ഒന്ന് കഴുകി ഇച്ചിരി വെള്ളം ഒഴിക്കണമെന്ന് നോക്കാൻ. അപ്പം ഞാൻ ചെരിച്ച് നോക്കട്ടെ. വെള്ളം കാര്യമായിട്ടില്ല. അപ്പം നമുക്കിത് ഈ പാത്രം ഒന്ന് കഴുകി ഒഴിച്ചേക്കാം. ഇത് ഇത്രയും കൂടെ ഞാൻ വെള്ളം ചേർക്കുവാണേ. ഇപ്പോൾ വെള്ളം ഇച്ചിരി കൂടുതൽ ചേർന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇളക്കി കഴിയുമ്പം അത് വീണ്ടും കുറുകി വരും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ചൂടാക്കും കേട്ടോ. ഒന്ന് ആവി കയറ്റി തിരിച്ച് കുടഞ്ഞിടും. അപ്പം ഞാനിതൊന്ന് അടുപ്പത്ത് വെക്കട്ടെ. അപ്പോൾ ഒന്ന് ആവി കയറ്റാൻ വേണ്ടി തിരിച്ചിട്ടുണ്ട്. കണ്ട, ചൂടുള്ളതായതുകൊണ്ട് നമ്മൾ തീയിട്ട ഉടനെ തന്നെ ആവി വരും. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് കുടഞ്ഞിടാം, പക്ഷെ അത് കുടഞ്ഞിടാൻ അത്ര എളുപ്പമല്ല. നോക്കട്ടെ, തവി വെച്ചിട്ട് ചെയ്യാം. കുറച്ച് ഈ അരപ്പിനെ നമുക്കൊന്ന് ഇത് വെച്ചിട്ടൊന്ന് മൂടിയിടാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അരപ്പിനൊരു പച്ചമണം ഉണ്ടല്ലോ, അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് മൂടിയിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ആവി കയറ്റാവേ. അടച്ചു വെക്കാം. ഇനി ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് ഇതൊന്ന് ഇളക്കി ചേർക്കുക ചെയ്യേണ്ടത്.
നമുക്ക് തുറന്നു നോക്കാം ആവി കയറിയോന്ന്. കണ്ടോ, ഈ ആവി കൊണ്ട് തന്നെ നമ്മുടെ അരപ്പ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ ഇളക്കണം. അപ്പം ഞാനിതൊന്ന് ഇളക്കിയിട്ട് കാണിക്കാവേ. വെറുതെ ഇളക്കൽ മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ഇളക്കിയിട്ട് കാണിക്കാം. നമ്മളിത് നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്ന് പറയുന്നത് കുറച്ച് നല്ല പോലെ കരിവേപ്പില ഇതിൻ്റെ കൂടെ ഇടണം. അപ്പം നല്ലോണം നമ്മളിതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഇട്ട് തരാം. ഇതുപോലെ കുറച്ച് കരിവേപ്പില ഇതിനകത്തോട്ട് ഇട്ടിട്ട് നല്ല പോലെ വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പം സാധാരണ ഒരു രീതിയിലാണെങ്കിൽ തിരുവാതിര പുഴുക്കിന് ഇത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് തേങ്ങ കൂടെ വറുത്തിടും. അപ്പം ഞാനത് കാണിക്കാം. തിരുവാതിര പുഴുക്കിന് ഇത്രയും ചെയ്താൽ മതി കേട്ടോ. പക്ഷെ ഇതൊരു തേങ്ങ വറുത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര നല്ല ടേസ്റ്റാണ്. ഞാൻ കാണിക്കാവേ. വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടേ. എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ദേ ഇത് കണ്ടോ, ഇതൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ കാണും. ഇത്രയോ ഇതിൽ കുറവോ ആയാലും മതി. ഈ തേങ്ങ കൂടെ നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ടിട്ട് നല്ല പോലെ ചൂടാക്കും. ഇനി ഇതൊരു ബ്രൗൺ നിറമാകുന്നിടം വരെയാണ് നമ്മൾ ചൂടാക്കുന്നത്. ബ്രൗൺ നിറമാകുമ്പോൾ ഞാൻ കാണിക്കാവേ. തേങ്ങ കണ്ടോ ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു കുറച്ചും കൂടെ തേങ്ങ ചുമന്ന് കഴിയുമ്പം നമ്മളത് പുഴുക്കിനകത്തോട്ട് ഒഴിക്കുക ചെയ്യുന്നത്. കുറച്ച് നന്നായിട്ട് ചൂടായി വരട്ടെ. ആ തേങ്ങ വറക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മണമാണ് ആ പുഴുക്കിന് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ സാധാരണ തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കുന്നവർ ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും. അപ്പം അറിയാം ആ രുചിയിലുണ്ടാകുന്നൊരു ഭയങ്കര വ്യത്യാസം കേട്ടോ. ചെയ്തോ, ഇത്രയും ചുമന്നാൽ മതി. ഈ ചുമക്കുന്ന അവസരത്തിൽ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കും. കണ്ടോ, ഇത്രേ ഉള്ളൂ പണി. ഇനി നമ്മൾ വിളമ്പാൻ നേരം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മളിതേ ഇതുപോലെ തിരുവാതിരപ്പുഴുക്കുണ്ടാക്കി ടേസ്റ്റ് ചെയ്യുവാണേ. ടേസ്റ്റ് ചെയ്ത് തുടങ്ങി ശരിക്കും പറഞ്ഞാൽ നല്ല കിടുക്കാച്ച സാധനമാണ് കേട്ടോ. കിച്ചുവിന് ഇഷ്ടപ്പെട്ടു. ഇതിനൊക്കെ ഉപ്പ് കുറവുണ്ടോ? അപ്പൊ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇപ്പൊ പറ്റിയില്ലെങ്കിൽ വേറൊരു ദിവസത്തിലോ അല്ലെങ്കിൽ അടുത്ത വർഷത്തെ തിരുവാതിരയ്ക്കോ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊണ്ട് നോക്കാം, ഉണ്ടാക്കി കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.